ഈ പൾസർ സുനി എന്ന് പറയുന്ന ക്രിമിനൽ, അതോടൊപ്പമുള്ള 6 പേർ, ഇവർക്ക് ഈ നടിയുമായിട്ട് എന്ത് മുൻവൈരാഗ്യമാണുള്ളത്? അതേസമയം മഞ്ജു വാര്യർ നൽകിയ മൊഴിയുണ്ടല്ലോ മുൻ വൈരാഗ്യത്തെക്കുറിച്ച്. ആ വൈരാഗ്യം കോടതി പരിശോധിച്ചോ? അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ഈ അതിജീവിതയോട് ഈ വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണമെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അത് കോടതി പരിശോധിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. അപ്പോഴും പ്രതി പുറത്തേക്ക് വന്ന അല്ല ഇപ്പോൾ കുറ്റവിമുക്തനായി പുറത്തേക്ക് വന്ന ദിലീപിൻ്റെ പ്രതികരണം പ്രധാനമാണ്. അതിൽ ക്രിമിനൽ ഗൂഢാലോചന എന്ന മഞ്ജുവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തുടങ്ങിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണത്തിന് നേതൃത്വം വഹിച്ച അന്വേഷണ ഉദ്യോഗസ്ഥയെയും അതിൽ അന്വേഷണത്തിൽ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ, പോലീസുകാരെ ക്രിമിനൽ കൂട്ടം എന്നാണ് പറഞ്ഞത്, ക്രിമിനൽ പോലീസുകാർ എന്നാണ് പറഞ്ഞത്, അവരെയും ക്രിമിനലുകൾ എന്ന് വിളിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന പ്രതികരണം ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ടതിൻ്റെ ആശ്വാസമല്ല പ്രതികരണത്തിലുള്ളത്. അതിലൊരു ധാർഷ്ട്യവും അതിലൊരു ഭീഷണിയുടെ സ്വരവുമുണ്ട്. ഞാൻ പറയുന്നത് സർക്കാർ മഞ്ജു വാര്യർക്ക് ഒരു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ്. ഞാനത് ഭയക്കുന്നുണ്ട്. കാരണം വൈരാഗ്യം ആണ് കേസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം. ആ വൈരാഗ്യത്തിലാണ് കേസ് നിൽക്കുന്നത്. ഈ ഗൂഢാലോചന വൈരാഗ്യത്തിൽ നിന്ന് ഉയർന്നതാണ്. അതിജീവിതയോടുണ്ടായത് വൈരാഗ്യമാണ് ഈ കേസ്, അല്ലേ? ഇപ്പോൾ പുറത്തു വന്നിട്ടും ആ വൈരാഗ്യ ബുദ്ധിയോടുള്ള പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ആശങ്കപ്പെടുത്തുന്ന പ്രതികരണമാണ് കണ്ടത്.